ഹായ് ഓൾ, വെൽക്കം ടു എബിക് ലേണിംഗ്. സോ കേട്ടതിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളിൽ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേറ്റ് പുട്ട് ഫോർവേഡ് ബൈ ആൽപോർട്ട്. ആൽപോർട്ട് മുന്നോട്ട് വെച്ച ചില കുറച്ച് ട്രേറ്റ്സുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ള അത്തരം ട്രേറ്റുകൾ എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ എ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഓപ്ഷൻ ബി കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ. ഓപ്ഷൻ സി ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ആൻഡ് ഓപ്ഷൻ ഡി കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി. തന്നിരിക്കുന്ന ഓപ്ഷൻസ് അത്യാവശ്യമൊക്കെ ആൽപോർട്ടിനെ പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും ഏതാണ് ആൻസർ എന്നുള്ളത് അല്ലെ. നമുക്കറിയാം ആൽപോർട്ട് 3 തരത്തിലുള്ള ട്രേറ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്: കാർഡിനൽ, സെൻട്രൽ ആൻഡ് സെക്കൻഡറി. കാർഡിനൽ ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരാളുടെ പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പെക്യുലർ ട്രേറ്റ് ഉണ്ടാവും. ആ ട്രേറ്റ് ആണ് അല്ലെ ഒരാളെ പേഴ്സണാലിറ്റി ഇതാണ് എന്നുള്ളതിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റൊരു ട്രേറ്റ്. ആ ഒരു ട്രേറ്റ് പറഞ്ഞാൽ തന്നെ ഏകദേശം ആളുടെ പേഴ്സണാലിറ്റി നമുക്ക് ക്ലിയർ ആവും. അതിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരാളുടെ പേഴ്സണാലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കുറച്ച് കൂട്ടം ട്രേറ്റുകൾ ഉപയോഗിക്കുകയാണ്. അതിനെയാണ് നമ്മൾ സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സെക്കൻഡറി ആണ്. സെക്കൻഡറിനെ നമ്മൾ സിറ്റുവേഷണൽ ട്രേറ്റ് എന്നും പറയാറുണ്ട്. സോ സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ചില സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ പുറത്ത് കാണിക്കുന്ന ട്രേറ്റ്സിനെയാണ് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാഗ്നയുടെ പഠന ശ്രേണി അല്ലെ, ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഗ്നയെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം 8 ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്, 8 ലെവൽസ് ഓഫ് ലേണിങ്ങിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് ബേസിക് ലെവൽ തൊട്ടിട്ട് അതിന് ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരെ അതിന്റെ കൃത്യമായ ഓർഡറിൽ പഠിക്കണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവൽ ഓഫ് ലേണിംഗ് ഏതാണ്, അഞ്ചാമത്തത് ഏതാണ്, അല്ലെങ്കിൽ ഈ ലെവലിന്റെ തൊട്ട് മുന്നേ ഏതാണ്, അതിന് ശേഷം ഏതാണ്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ലേണിംഗ് ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഏതാണെന്നാണ്. ഓപ്ഷൻസ് ആർ സിഗ്നൽ ലേണിംഗ്, ബി വെർബൽ അസോസിയേഷൻ, സി കോൺസെപ്റ്റ് ലേണിംഗ് ആൻഡ് ഡി പ്രോബ്ലം സോൾവിംഗ്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ആൻഡ് ഏറ്റവും ബേസിക്കലി നമുക്ക് സിഗ്നൽ ലേണിംഗ് ഉണ്ട്. സിഗ്നലും ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള പ്രോബ്ലം സോൾവിംഗിന്റെ ഇടയിൽ വരുന്ന മറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്, ലെവൽസ് ഓഫ് ലേണിംഗും കൃത്യമായിട്ട് അതിന്റെ ഓർഡറിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വളരെ ഇൻഡെപ്ത് ആയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അധികവും ഇതിന്റെ ഓർഡർ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ കുറവാണ്. അടുത്ത ചോദ്യം, എ ചൈൽഡ് ബിറ്റൻ ബൈ എ വൈറ്റ് ഡോഗ് ഇസ് നോട്ട് എഫ്രൈഡ് ഓഫ് ബ്ലാക്ക് ഡോഗ്സ്. അതായത് ഒരു കുട്ടീനെ വെളുത്ത പട്ടി കടിച്ചു. ഓക്കെ, ആ വെളുത്ത പട്ടി കടിച്ച കുട്ടിക്ക് കറുത്ത പട്ടികളോട് പേടിയില്ല. വെളുത്ത പട്ടീന്റെ അടുത്ത് മാത്രമേ പേടിയുള്ളൂ. ഓക്കെ, എല്ലാ പട്ടികളെയും കണ്ടാലൊന്നും പേടിയില്ല. ആ കുട്ടീനെ കടിച്ചത് വെളുത്ത കളറുള്ള പട്ടിയാണ്. സോ വെളുത്ത കളറുള്ള പട്ടികളോട് മാത്രമേ ആ കുട്ടിക്ക് പേടിയുള്ളൂ. കറുത്ത കളറുള്ള പട്ടികളെടുത്ത് അങ്ങനത്തെ പേടിയൊന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ചോദകത്തിന് പകരം വെക്കൽ. ഓപ്ഷൻ ബി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അതായത് ചോദക വേർതിരിവ്. ഓപ്ഷൻ സി സ്റ്റിമുലസ് ജനറലൈസേഷൻ, ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം. ഓപ്ഷൻ ഡി സ്പോണ്ടേനിയസ് റിക്കവറി, പുനഃപ്രാപ്തി. ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കറിയാം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ആ കുട്ടിക്ക് വെളുത്ത പട്ടിയോട് മാത്രമേ പേടിയുള്ളൂ. ആ കുട്ടീനെ കടിച്ചത് വെളുത്ത പട്ടിയാണ്, വെളുത്ത പട്ടിയോട് മാത്രമേ പേടിയുള്ളൂ, കറുത്ത പട്ടിയോട് പേടിയില്ല. അപ്പൊ എന്താണ്? കുട്ടിക്ക് കൃത്യമായിട്ട് അവിടെ പട്ടികളെ വേർതിരിച്ചറിയാൻ പറ്റുന്നു. ഇത് വെളുത്ത പട്ടിയാണ്, ഇത് കറുത്ത പട്ടിയാണ് എന്നുള്ളത് വേർതിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്താ പറയാ? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയാ. ചോദകങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ്. ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടീനെ വെളുത്ത പട്ടിയാണ് കടിച്ചതെങ്കിലും കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള പട്ടികളോടും പേടിയാണെങ്കിൽ അത് സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്, ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇത് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ആ ഒരു ഏരിയ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒപ്പാരന്റ് കണ്ടീഷനിങ്, അതിൽ പണിഷ്മെന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ, കണ്ടിന്യൂസ്, വേരിയബിൾ, ഫിക്സഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ, ഫിക്സഡ് ഇന്റർവെൽ, വേരിയബിൾ ഇന്റർവെൽ, ഈ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്ത് മോട്ടിവേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷന്റെ നീഡ് തിയറി പ്രകാരം അല്ലെ, ആവശ്യക സിദ്ധാന്തം, അഭിപ്രേരണയുടെ ആവശ്യക സിദ്ധാന്തം അനുസരിച്ചിട്ട്
താഴെ തന്നിരിക്കുന്നതിൽ പോരായ്മ ആവശ്യം ഏതാണ്? അല്ലെ, അപ്പൊ നമ്മുടെ തിയറി എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് മാസ്ലോ കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ്. അതിൽ നമുക്കറിയാം കൃത്യമായി ഇത്ര നീഡുകൾ ഉണ്ട് അല്ലെ, ഇത്ര ആവശ്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി നമുക്കറിയാം 5 ലെവൽ ഓഫ് നീഡ്സിനെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മാസ്ലോ പറഞ്ഞിട്ടുള്ളത്. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? ആളിതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് സെൽഫ് എസ്റ്റീമിന്റെ മുകളിലായിട്ട് കൊഗ്നിറ്റീവ് നീഡ്സിനെ, അതായത് അറിവ് നേടാനുള്ള നീഡും, അതിന്റെ മുകളിലായിട്ട് എസ്തെറ്റിക് നീഡ്സിനെ വെച്ചു, അതായത് സൗന്ദര്യം ആസ്വദിക്കാനുള്ള നീഡ്സ്. എന്നിട്ട് അതിന്റെ മുകളിലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പോരായ്മ ആവശ്യം ഏതാണ്, ഡെഫിഷ്യൻസി നീഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ എന്താണ്? കൊഗ്നിറ്റീവ് നീഡ്, വൈജ്ഞാനിക ആവശ്യം. ഓപ്ഷൻ ബി എസ്തെറ്റിക് നീഡ്, അതായത് സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം. ഓപ്ഷൻ സി സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം. ആൻഡ് ഓപ്ഷൻ ഡി സേഫ്റ്റി നീഡ്, അതല്ലെങ്കിൽ സുരക്ഷിതത്വപരമായ ആവശ്യം. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പൊ ഇതില് നമുക്ക് എന്താണ്, നമ്മുടെ ലോവസ്റ്റ് ലെവൽ ഏതാണ് ഇതിൽ വരുന്നത്? സേഫ്റ്റി നീഡാണ് അല്ലെ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലായിട്ട് നമ്മുടെ സേഫ്റ്റി നീഡാണ്. സോ സേഫ്റ്റി നീഡാണ് നമ്മുടെ ഡെഫിഷ്യൻസി നീഡായിട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം നീഡ്സ്. താഴത്തെ 4 എണ്ണമാണ് നമ്മൾ ഡെഫിഷ്യൻസി നീഡ്സ് ആയിട്ടും, മുകളിലുള്ളത് നമ്മുടെ കൊഗ്നിറ്റീവ്, എസ്തെറ്റിക് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷന്റെ മുകളിലായിട്ട് ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താഴത്തെ 4 എണ്ണം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി നീഡ്സും, മുകളിലെ 4 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബീയിങ് നീഡ്സ് ആയിട്ടാണ്, നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കേട്ടിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.